വോട്ടവകാശത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി ദീപം തെളിയിച്ച വിദ്യാർത്ഥികൾ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പഞ്ചഭൂതങ്ങളെ ആസ്പദമാക്കി പാലാ സെന്റ് തോമസ് കോളേജ് മൈതാനത്തൊരുക്കിയ അഗ്നി ഇവന്റിലാണ് ദീപം തെളിയിച്ചത്. കോട്ടയം ജില്ലയിൽ വോട്ടെടുപ്പിൽ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി ജില്ലാ ഭരണകൂടം സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ പ്രോഗ്രാം സ്വീപ്പിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാലാ സെന്റ് തോമസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡേവിഡ് സേവ്യർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് സർവാധികാരികൾ. ജനങ്ങളാണ് അവരുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നത്. അതാവട്ടെ വോട്ടെടുപ്പ് എന്ന് പറയുന്ന വലിയ പ്രക്രിയയിലൂടെയാണ്. നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ വോട്ട് ചെയ്യാൻ യുവതലമുറയ്ക്ക് മടി തോന്നി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ആ കടമ നമ്മൾ നിർവഹിച്ചേ മതിയാകും. അതിലേക്ക് നിങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതീകാത്മകമായ ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇലക്ടറൽ ലിറ്ററസി ക്ലബ്ബ് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, NSS വോളണ്ടിയർമാർ എന്നിവർ പ്ലക്കാർഡുകളുമായി മൈതാനത്ത് വോട്ട് മാതൃകയിൽ അണിനിരന്നു. മൈതാനത്തിന് സമീപം സെൽഫി പോയിന്റുകളും ഒരുക്കിയിരുന്നു. പരിപാടിയിൽ ഡെപ്യൂട്ടി തഹസിൽദാറും താലൂക്ക് സ്വീപ്പ് കോർഡിനേറ്ററുമായ P. മഞ്ജിത്ത്, പാലാ SIമാരായ രാജീവ് മോൻ, ഷാജ് മോഹൻ, ജില്ലാ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബ് കോർഡിനേറ്റർ പ്രൊഫസർ ബിപിൻ K. വർഗീസ്, സെന്റ് തോമസ് കോളേജ് ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബ് സ്റ്റാഫ് കോർഡിനേറ്റർ ഡോക്ടർ ജയേഷ് ആന്റണി, NSS കോർഡിനേറ്റർ റോബേഴ്സ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. മീനച്ചിൽ തഹസിൽദാർ രഞ്ജിത്ത് ജോർജ് ചടങ്ങിൽ മുഖ്യ സന്ദേശം നൽകി. സ്വീപ്പ് പ്രോഗ്രാം ഇവിടെ നടത്തുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്ത്യയിലെ ഏതൊരു പൗരനും 18 വയസ്സായി കഴിഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. സാർ സൂചിപ്പിച്ചു, ഇവിടെ യുവജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഒരു വിമുഖത കൂടി വരുന്നു. ഈ സ്വീപ്പ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയിലും വിവിധ സ്ഥലങ്ങളിൽ ഓരോരോ പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പാലായിൽ സെൻറ്റ് തോമസ് കോളേജിൽ ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഒരു ദീപം തെളിയിച്ച് പ്രതീകാത്മകമായി 18 വയസ്സായ എല്ലാവരും അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്ത എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കാൻ വേണ്ടിയുള്ളൊരു പ്രോഗ്രാമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. തിരുവല്ല പുഷ്പഗിരി ഫാർമസി കോളേജിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വീപ്പ് ബോധവൽക്കരണ പരിപാടി നടത്തി. ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയാം. ഇപ്പോഴത്തെ യങ് ജനറേഷൻ പലപ്പോഴും ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് പല ആളുകളെ പൊളിറ്റീഷ്യൻസിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് നമ്മൾ പല ആൾക്കാരും വളരെ വികാരത്തോടു കൂടി എഴുതുന്നതും പ്രൊട്ടസ്റ്റ് ഈ കൂട്ടത്തിലും കണ്ടേക്കാം. ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഉണ്ടാവും ഈ കൂട്ടത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള പല ആളുകളും ഇങ്ങനെ എഴുതുന്ന കണ്ടിട്ടുണ്ട്. ബട്ട് ഇത് നിങ്ങളുടെ ചാൻസ് ആണ്. ദിസ് ഈസ് യുവർ ചാൻസ് ടു മാർക്ക് ദാറ്റ് ഇതിപ്പോൾ എനിക്ക് ഇന്ന ആളെ മതി, ഇന്ന ആളെ വേണ്ട, ഈ ഗവൺമെൻറ് വേണം, ഈ ഗവൺമെൻറ് മതി, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള നിങ്ങളുടെ ഒരു ചോയ്സാണ്. സോ അതാണ് എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ളത്. ഫൈനലി എൻ വിത്ത് തോമസ് ജെഫേഴ്സൺ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ദ ഗവൺമെൻറ് ദാറ്റ് യു എലക്ട് ഈസ് ദ ഗവൺമെൻറ് ദാറ്റ് യു ഡിസേർവ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. ആൻഡ് 26-ാം തീയതി ഇതേപോലെ എല്ലാവരും വന്ന് വോട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വൺ മോർ തിങ്, ഇവിടെ ഇപ്പം ഇന്ന് പുഷ്പഗിരിയിലൊരു ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? ഡോക്ടേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് തമ്മിലുള്ള ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ഇനിഷ്യേറ്റീവ്. ഡെഫിനറ്റ്ലി സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സ്പോർട്സ് ഡയറക്ടറായിട്ടും വർക്ക് ചെയ്തിട്ടുള്ളതാണ്. സോ സ്പോർട്സുമായിട്ട് ബന്ധമുള്ള എല്ലാ ഇനിഷ്യേറ്റീവ്സും എനിക്ക് താല്പര്യമുള്ളൊരു കാര്യം തന്നെയാണ്. ഐ വോട്ട് ഫോർ ഷുവർ എന്ന പേരിൽ ആകർഷകമായ രീതിയിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഭരണ പ്രതിപക്ഷങ്ങളെക്കുറിച്ച് യുവജനങ്ങൾ വൈകാരികമായി സോഷ്യൽ മീഡിയകളിൽ എഴുതുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ തങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിക്കാനുള്ള വേദിയാണ് തെരഞ്ഞെടുപ്പെന്നും കളക്ടർ പ്രേംകൃഷ്ണൻ പറഞ്ഞു. NHM എംപ്ലോയീസ് യൂണിയൻ CIT കുട്ടനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ. കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. കേരളത്തോടുള്ള കേന്ദ്ര അവഗണന തുടരുന്നു, കേരളത്തിന് അർഹമായ ഹെൽത്ത് ഗ്രാന്റ് തടഞ്ഞുവെച്ചിരിക്കുന്നു എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ധർണ. പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയുടെ മുന്നിൽ നടത്തിയ ധർണ CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KK അശോകൻ ഉദ്ഘാടനം ചെയ്തു. അവഗണന കാണിക്കുകയും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യുന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിൽ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആരോഗ്യ പരിപാലനം വളരെയേറെ ശ്രദ്ധാപൂർവ്വം പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ NHM എംപ്ലോയീസ് എന്ന് പറയുന്നത്. അവർക്ക് ആവശ്യമുള്ള സഹായം ചെയ്യുന്ന കാര്യത്തിലും കേന്ദ്ര ഗവൺമെൻറ് കടുത്ത അവഗണനയാണ് കാണിക്കുന്നത്. അതിലെ ആരോഗ്യദൗത്യ മേഖലയിൽ കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ട അർഹമായ വിഹിതം കേരളത്തിന് തരാതിരിക്കുന്ന അവസ്ഥയാണ്. ആരോഗ്യ മേഖലയിൽ മാത്രമല്ല, മറ്റിതര മേഖലയിലും തന്നെ കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ടതായുള്ള അർഹമായ വിഹിതം കേരളത്തിന് നൽകുന്നില്ല. ആ ഇനത്തിൽ വിവിധ ഇനങ്ങളിലായി 57,400 കോടി രൂപ കേരളത്തിന് കേന്ദ്രം നൽകാറുണ്ട്. അതിൽ GST വിഹിതമുണ്ട്, അതുപോലെ ധനകാര്യ കമ്മീഷൻ്റെ അലോട്ട്മെൻ്റ് ഉണ്ട്, അതുപോലെ റവന്യൂ കമ്പനി ഗ്രാൻഡ് ഉണ്ട്. അതുപോലെ വ്യത്യസ്തമായ മേഖലയിലെ നിരവധിയായുള്ള സഹായങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതായിരുന്നു. അത് മനഃപൂർവ്വം വെട്ടിക്കുറച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യ മേഖലയ്ക്ക് അർഹമായുള്ള വിഹിതം. ധർണാ യോഗത്തിൽ യൂണിയൻ കുട്ടനാട് ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ധന്യ അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി രമ്യ കൃഷ്ണൻ, ട്രഷറർ മേഘന എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ ഫെസിലിറ്റേഷൻ സെന്ററുകളെ കെട്ടിട നിർമ്മാണ അനുമതിക്ക് വേണ്ടിയുള്ള പ്ലാൻ വരപ്പ് കേന്ദ്രങ്ങളാക്കുന്നതിനെതിരെ ലെൻസ്ഫെഡ് പ്രക്ഷോഭത്തിലേക്ക്. മാർച്ച് 27-ന് ജില്ലാ കേന്ദ്രങ്ങളിലെ നഗരസഭകളിലേക്ക് മാർച്ചും ധർണയും. കെട്ടിട നിർമ്മാണത്തിന് പ്ലാൻ വരയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീകളെ ആശ്രയിക്കുന്നത് ഈ മേഖലയുടെ ഗുണനിലവാരവും സുരക്ഷിതത്വവും ഇല്ലാതാക്കുമെന്നും ലക്ഷക്കണക്കിന് ലൈസൻസ്ഡ് എഞ്ചിനീയർമാരുടെ തൊഴിൽ നഷ്ടമാകുന്നതിന് കാരണമാകുമെന്നും ലെൻസ്ഫെഡ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്ലാൻ വരയ്ക്കാനുള്ള സംവിധാനം കുടുംബശ്രീ ഫെസിലിറ്റേഷൻ സെൻ്ററുകളെ ഏൽപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം കൈക്കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്ത് ആകമാനം ലെൻസ്ഫെഡ് നടത്തിവരുന്ന സമരപരിപാടികളുടെ ഭാഗമായിട്ട് കഴിഞ്ഞ 18-ാം തീയതി മാർച്ച് മാസം 18-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് വിവിധ 14 ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സെക്രട്ടേറിയറ്റ് ധർണ സംഘടിപ്പിക്കുകയുണ്ടായി. അതിന് 2ാം ഘട്ടം എന്ന തരത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലുമുള്ള നഗരസഭകളിലേക്ക് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിക്കുകയാണ്. നാളെ ആലപ്പുഴ നഗരസഭയിൽ നടക്കുന്ന പ്രതിഷേധ ധർണ ബഹുമാനായ കേരളത്തിൻ്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇപ്പോൾ ഹരിപ്പാട് MLA-യുമായ ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ലെൻസ്ഫെഡ് ഈ കാര്യം ചർച്ചകളിലൂടെയും നിവേദനങ്ങളിലൂടെയും നിരവധി തവണ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. എന്നാൽ അനുകൂലമായ നിലപാട് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് തുടർ സമരം എന്ന നിലയിലാണ് മാർച്ച് 27-ന് ജില്ലാ കേന്ദ്രങ്ങളിലെ നഗരസഭകളിലേക്ക് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തുന്നതെന്നും അവർ പറഞ്ഞു. കുടുംബശ്രീ പ്ലാൻ ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ നിർത്തലാക്കുക, ലൈസൻസികളുടെ തൊഴിൽ സംരക്ഷണം സർക്കാർ ഉറപ്പുവരുത്തുക, സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ്റെ മാന്യത തകർക്കാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിക്കുന്നുണ്ട്. SUCI കമ്മ്യൂണിസ്റ്റ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി K. ബിമൽജിയുടെ ഇലക്ഷൻ പ്രചരണാർത്ഥം രാമങ്കരി മേഖലാ കൺവെൻഷൻ നടത്തി. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T. മുരളി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രൽ ബോണ്ട് വഴി ജനാധിപത്യത്തെ വിലക്കെടുക്കുന്ന BJP EDA ഉപയോഗിച്ച് എതിർ ശബ്ദത്തെ അടിച്ചമർത്തി ഫാസിസത്തിന് അടിത്തറയിടുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ T. മുരളി പറഞ്ഞു. ചായ കുടിച്ച അതിനൊരു സേവന നികുതി വേറെ. ഇവിടെ KSF-ൽ ഒരു ചിട്ടി ചേർന്ന് വെച്ചോ, നിങ്ങളിപ്പോ പെൺമക്കളെ ഉള്ളവർക്ക് അറിയാം ബുദ്ധിമുട്ട്. കല്യാണം നടത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു 500 1000 രൂപ വെച്ച് മാസം അടയ്ക്കത്തെങ്കിലും ചിട്ടി ചേർന്നാൽ ആ ചിട്ടി പിടിച്ചു കഴിയുമ്പോൾ അതിനും കൊടുക്കണം നികുതി. ഒന്ന് ആലോചിച്ച് നോക്കി. സർക്കാരിന് ഇവിടെ എന്ത് കാര്യം സത്യം പറഞ്ഞു? ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിനൊക്കെ നികുതി ഏർപ്പെടുത്തുക. നമ്മുടെ ഇങ്ങനെ ജനത്തിന്റെ അടുക്കൽ ഇങ്ങനെ കുത്തിക്കവർച്ച നടത്തുക. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് 14 മുതൽ 28% വരെയാണ് നികുതി. ഈ മറ്റ് വികസിത രാജ്യങ്ങളിലോ വികസന രാജ്യങ്ങളിലോ ഒരു രാജ്യത്തും ഈ 28% നികുതി. സമ്മേളനത്തിൽ ഇലക്ഷൻ കമ്മിറ്റി മണ്ഡലം കൺവീനർ PR സതീശൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം PK ശശി,
AIUTUC താലൂക്ക് സെക്രട്ടറി VR അനിൽ, നിർമ്മാണ തൊഴിലാളി യൂണിയൻ താലൂക്ക് പ്രസിഡന്റ് ശശി കാവാലം, LC അംഗങ്ങളായ PK സജിമോൻ, C മിനിമോൾ, KM പൊന്നപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാർ കുട്ടൻപേരൂർ ശാന്തി നിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള സൗജന്യ മരുന്ന് വിതരണവും പൊതിച്ചോറ് വിതരണവും കഴിഞ്ഞ ദിവസം വിവിധ സ്ഥലങ്ങളിൽ നടത്തി. പുലിയൂർ ശാന്തി തീരത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജു യോഹന്നാൻ, ശാന്തി തീരം ഡയറക്ടർ ഫാദർ ശ്യാമുവേലിന് മരുന്നുകൾ നൽകി വിതരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ മാസവും വിവിധ സ്ഥാപനങ്ങളിൽ പൊതിച്ചോറ് വിതരണം നടത്തുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ ഈ ശാന്തി തീരത്തേക്ക് കടന്നു വരികയും ഇന്നത്തെ ഉച്ചഭക്ഷണം നൽകുകയും ചെയ്തിട്ടുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന, പ്രവർത്തിക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശ്വരൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ തലങ്ങളിലേക്ക്, കൂടുതൽ സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിക്കുവാൻ തക്കവണ്ണം, അനേകർക്ക് സഹായമായി തീരുവാൻ തക്കവണ്ണം, അഭയമായി തീരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഉദ്ഘാടന യോഗത്തിൽ സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തി നിവാസ് അധ്യക്ഷനായിരുന്നു. സോളമൻ ജോർജ്, സുഭാഷ് ബാബു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പുലിയൂർ ബഥനി കാൽവരി അഭയാഭവൻ, ഇലിഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയം, ചെന്നിത്തല ചെറുകോൽ ഈഴക്കടവ് അൽഫോൻസ ധ്യാനകേന്ദ്രം എന്നിവിടങ്ങളിലും മരുന്ന് വിതരണവും പൊതിച്ചോറ് വിതരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം സവിത മഹേഷ്, ഫാദർ ഗീവർഗീസ് പനംകുറ്റി, റായ്പൂർ കേരള സമാജം സെക്രട്ടറി സജിത് നായർ, ജയശ്രീ മോഹനൻ, മാവേലിക്കര പഞ്ചാബ് നാഷണൽ ബാങ്ക് മെറ്റ് ലൈഫ് മാനേജർ സുമംഗല, സിസ്റ്റർ ചെറുപുഷ്പം എന്നിവരാണ് വിവിധ ഇടങ്ങളിലെ ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുത്തത്. ജോജി ചെറിയൻ, എൻ മത്തായി, ശ്രീജിത്ത് വട്ടപ്പറമ്പിൽ, സലീം ചാപ്രായിൽ എന്നിവർ വിവിധ ഇടങ്ങളിൽ നേതൃത്വം നൽകി. ഇതൊരു സന്തോഷം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃതമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ അമ്മമാർക്ക് വരാനും ഇങ്ങനൊരു കാര്യത്തിൽ പങ്കെടുക്കുകയും ഇങ്ങനൊരു പദ്ധതി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സതീഷ് സാർ ഉൾപ്പെടെ ഇങ്ങനെയൊരു ഓൾഡ് ഏജ് ധ്യാന കേന്ദ്രം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എൻ്റെ വീട് നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്ററിൻ്റെ അപ്പുറത്താണ് എൻ്റെ വീട്. ഞാൻ ദൂരെ നിന്ന് വരികയല്ല. മാവേലിക്കര കണ്ടിയൂർ എന്ന് പറഞ്ഞ അമ്പലത്തിനടുത്താണ് എൻ്റെ വീട്. പക്ഷെ ഞാനിത് കണ്ടിട്ടില്ല. അപ്പോൾ ഇനിയും അവസരം ദൈവം തമ്പുരാനായിട്ട് എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. എന്നാലാവുന്ന തരത്തിൽ മുന്നോട്ട് ഇതിൻ്റെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഞാനൊരു പങ്കാളിയാകാം. ചമ്പക്കുളം അമിച്ചകരി 28 ചിറവീട്ടിൽ ജോസ് ES നിര്യാതനായി. 71 വയസ്സായിരുന്നു. ES ജോസിന്റെ സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് വടക്കേ അമിച്ചകരി സെന്റ് ജോർജ് ദൈവാലയ സെമിത്തേരിയിൽ നടത്തി. KCV ന്യൂസ് ക്യാമറാമാൻ KJ ജിമ്മിച്ചന്റെ ഭാര്യാപിതാവാണ് പരേതൻ. ജോസിന്റെ നിര്യാണത്തിൽ KCV മാനേജ്മെന്റ് അനുശോചനം അറിയിച്ചു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ അമ്പലപ്പുഴ യൂണിറ്റ് സമ്മേളനം ചേർന്നു. യൂണിറ്റ് പ്രസിഡന്റ് K ഉത്തമന്റെ അധ്യക്ഷതയിൽ ടൗൺ ഹാളിലായിരുന്നു സമ്മേളനം. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ അമ്പലപ്പുഴ യൂണിറ്റിന്റെ 6ാമത് സമ്മേളനം അമ്പലപ്പുഴ SI PR ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി K വേണുഗോപാൽ സംഘടനാ വിശദീകരണവും സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം G രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണവും നടത്തി. വരുന്നവർ സംസാരിക്കുന്നു, കേൾക്കുന്നവർക്ക് അല്ലേ? അപ്പം അതുകൊണ്ട് എന്നിൽ ഇവിടെ ഇപ്പോൾ നിഷിദ്ധമായ കാര്യം എന്ന് പറയുന്നത് സംഘടനാ വിശദീകരണമാണെങ്കിൽ പോലും ആ വിഷയത്തിലേക്ക് ഞാൻ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നടത്തുന്നു. തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് ഭാഗവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ അതൊരു വിശദീകരണം നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം ഇത്ര ഗംഭീരമായി സംഘടിപ്പിച്ച സംഘാടനം അതിനകത്ത് എടുത്തു പറഞ്ഞത് വളരെ ചുരുങ്ങിയ കാലം ഒരു പകരക്കാരൻ എന്ന നിലയിൽ കൊണ്ടാണ് ഇവിടെ നമ്മളിൽ നിന്നും മരണിച്ചു പോയ അല്ലെങ്കിൽ നമ്മളെ വിട്ടിരിക്കുന്ന ശ്രീദേവി ഈ ഏരിയയിലെ ഓരോ സ്പന്ദനങ്ങൾ മനസ്സിലാക്കിയാണ് വീട്ടിലിരുന്നുകൊണ്ട് ഒരു ഫോൺ കോളിലൂടെ ഈ ഹാള് നിറച്ച ഒരാൾ. യൂണിറ്റ് സെക്രട്ടറി G അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് KP വിക്രമൻ, മധുസൂദനൻ നായർ, ഷെരീഫ ബേബി, A കമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു.
കേരള വണിക വൈശ്യ സംഘത്തിന്റെ 82ാമത് സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത്. സമ്മേളനം മാർച്ച് 27 മുതൽ 30 വരെയെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള വണിക വൈശ്യ സംഘത്തിന്റെ 82ാം സംസ്ഥാന സമ്മേളനം ഈ മാസം 27, 28, 29, 30 തീയതികളിലായി തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനിൽ വെച്ച് നടക്കുകയാണ്. 27-ാം തീയതി വൈകുന്നേരം കരമനയിൽ നിന്നും പേരൂർക്കടയിൽ നിന്നും എത്തുന്ന പതാക, കൊടിമര, ദീപശിഖ റാലി 27-ാം തീയതി വൈകുന്നേരം പുത്തരിക്കണ്ട മൈതാനിൽ എത്തുകയും പിറ്റേന്ന് അവിടെ 28-ാം തീയതി രാവിലെ പതാക ഉയർത്തി സമ്മേളന പരിപാടികൾ ആരംഭിക്കും. രാവിലെയുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനാണ്. അന്നേ ദിവസം 28-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3:30 മുതൽ പ്രകടനം ആരംഭിക്കുകയാണ്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും പുത്തരിക്കണ്ട മൈതാനിലേക്ക് നടക്കുന്ന പ്രകടനത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ട്. പുത്തരിക്കണ്ട മൈതാനിയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം ചേരുന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി നിർവഹിക്കും. പരമ്പരാഗതമായി എണ്ണയാട്ട് തൊഴിൽ ചെയ്യുന്ന സമൂഹമാണ് കേരള വണിക വൈശ്യ സംഘം. യന്ത്രവൽക്കരണം മൂലം തൊഴിൽ നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിനും ഉദ്യോഗ വിദ്യാഭ്യാസ രംഗത്ത് സംവരണം അനുവദിക്കുന്നതിനും ഈ സമൂഹത്തെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് സോമൻ ചെട്ടിയാർ, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് S. വിജയൻ, G. ശബരീഷ്, S. ശിവപ്രസാദ്, അശ്വതി ലിജു, വിജയൻ നടരാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജൈവ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവെടുത്ത് വിജയഗാഥ രചിച്ചിരിക്കുകയാണ് പ്രവാസിയായ ഒരു കർഷകൻ. മാന്നാർ കുട്ടംപേരൂർ മേടയിൽ അനീഷാണ് പച്ചക്കറി കൃഷിയിൽ മികച്ച നേട്ടം കൈവരിച്ച ആ പ്രവാസി. 21 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ അനീഷ് ഒരു പരീക്ഷണാർത്ഥമാണ് വീടിനോട് ചേർന്നുള്ള 25 സെന്റ് ഭൂമിയിൽ പയർ, പാവൽ, വെണ്ട, ചീര എന്നിവ കൃഷി ചെയ്തത്. 4 മാസത്തെ കഠിനാധ്വാനം വിജയിച്ച സന്തോഷത്തിലാണ് ഈ പ്രവാസി കർഷകൻ ഇപ്പോൾ. ഞാൻ ഇപ്പം കുവൈറ്റിലെ ഒരു 21 വർഷം കഴിഞ്ഞ് നാട്ടിലൊന്ന് നിൽക്കാന്ന് കണ്ടപ്പോൾ ആദ്യം തോന്നിയത് ഇപ്പം നമ്മുടെ സ്വന്തം സ്ഥലത്ത് തന്നെ പച്ചക്കറി ചെയ്യുക എന്നുള്ളതാണ്. ചെയ്തൊരു പരീക്ഷാർത്ഥത്തിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ ഈ 25 സെൻറ്റിൽ പാവൽ, പയർ, വെണ്ട, ചീര എല്ലാം ചെയ്യുന്നുണ്ട്. വരുന്ന വർഷങ്ങളിൽ കൂടുതൽ വിപുലീകരണം നടത്തുക എന്നുള്ളതാണ്. നമുക്ക് ഇറിഗേഷൻ സൗകര്യമുള്ള എല്ലായിടത്തും നമ്മൾ ചെയ്യണം എന്നുള്ള രീതിക്കാണ് നീങ്ങുന്നത്. ഈ വർഷം 100% മേനിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പയറിലൊക്കെ കണ്ടില്ല, ഇതിനകത്ത് പയറും പാവലും പടവലം എല്ലാം ഉണ്ട്. നമ്മൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനവും ചെയ്തിട്ടുണ്ട്. നല്ല മീറ്റർ പയറാണ്, നല്ല കരുത്തുള്ള നല്ല പയർ, നല്ല ഒരു സീറോ പെസ്റ്റിസൈഡാണ്. യാതൊരു മരുന്നുകളോ എല്ലാം ജൈവമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഇതിനെ നമ്മുടെ കൃഷി രീതികളെ, പുതിയ രീതികളെക്കുറിച്ചൊക്കെ നമുക്ക് എല്ലാ അറിവുകളും പറഞ്ഞ് നമ്മുടെ കൃഷി ഓഫീസിൽ നിന്ന് നമ്മുടെ ഹരികുമാർ സാറ്, അമൃതലി മാഡം, ദേവിക, ഇവരൊക്കെ, ശ്രീമാർ സാർ, ഇവരെല്ലാവരും ഇവിടെ വരികയും നമുക്ക് വേണ്ട എല്ലാ ഗൈഡൻസും തരുന്നവരാണ്. ദിവസവും രാവിലെ 6 മണിയോടെ കൃഷിയിടത്തിലെത്തുന്ന അനീഷ് 3 മണിക്കൂർ ഇവിടെ ചെലവഴിക്കും. 2 ആഴ്ചയ്ക്കുള്ളിൽ 60 കിലോയിലധികം പയറും 50 കിലോയോളം പാവയ്ക്കയും വിളവെടുത്ത പച്ചക്കറികൾ അനീഷ് തന്നെ വീടുകളിൽ എത്തിച്ച് വിൽപ്പന നടത്തും. ഒരു തരത്തിലുള്ള രാസവളങ്ങളും ഉപയോഗിക്കാതെ പൂർണ്ണമായും ജൈവവളം മാത്രമാണ് കൃഷിക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അനീഷ് പറയുന്നു. അതിനാൽ തന്നെ ദിവസവും നിരവധി പേരാണ് അനീഷിനെ ഫോണിൽ വിളിച്ചും കൃഷിയിടത്തിലേക്ക് നേരിട്ടെത്തിയും പച്ചക്കറികൾ വാങ്ങുന്നത്. ഇതിനോടൊപ്പം തന്നെ പടവലം, സാലഡ്, വെള്ളരി തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കളും അയൽവാസികളുമായ സുരേഷ്, അനിൽ എന്നിവരാണ് കൃഷിയിടത്തിലെ പ്രധാന സഹായികൾ. മാന്നാറിലെ കൃഷി ഓഫീസർ ഹരികുമാറിൻ്റെയും അസിസ്റ്റന്റ് കൃഷി ഓഫീസറായിരുന്ന അമൃത ലിബിയുടെയും നിർദ്ദേശങ്ങളും കൃഷിക്ക് പ്രയോജനമായി. വരും വർഷങ്ങളിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ചെറുപ്പക്കാരെ കണ്ടെത്തി കർഷക സംഘം രൂപീകരിച്ച് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി നെല്ലുൾപ്പെടെയുള്ളവ കൃഷി ചെയ്യാനാണ് അനീഷിന്റെ തീരുമാനം. മാന്നാർ ബുധന്നൂരിൽ തരിച്ചുകിടന്ന പാടശേഖരത്തിന് തീ പിടിച്ചത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തി. തയ്യൂർ ഭാഗത്ത് 15 ഏക്കറോളം വരുന്ന മുണ്ടകം പാടത്താണ് തീ പടർന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിയോടെയാണ് പാടത്ത് തീ പടരുന്നതായി പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്.
വിവരമറിയിച്ചതിനെ തുടർന്ന് ചെങ്ങന്നൂരിൽ നിന്നും മാവേലിക്കരയിൽ നിന്നുമുള്ള അഗ്നിരക്ഷാസേന സംഭവസ്ഥലത്ത് എത്തിയെങ്കിലും തീ പടർന്ന പാടത്തിൻ്റെ ഭാഗത്തേക്ക് അഗ്നിരക്ഷാസേനയുടെ വാഹനം എത്തിക്കാൻ കഴിയാത്തത് മൂലം 2.5 മണിക്കൂർ സമയമെടുത്താണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പാടത്തിന് സമീപത്തായി നിരവധി വീടുകളുണ്ടെങ്കിലും പ്രദേശവാസികളുടെ സംയോജിതമായ ഇടപെടൽ മൂലം ആ ഭാഗത്തേക്ക് തീ പടരുന്നത് ഒഴിവാക്കാനായി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6105 രൂപ, പവന് 48,840 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.